രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ പൊന്നാനി ബോട്ട് അപകടത്തിൽ വിശദമായ അന്വേഷണത്തിന് ഷിപ്പിംഗ് മന്ത്രാലയം. അന്വേഷണത്തിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥർ പൊന്നാനിയിലെത്തും. അപകടത്തിൽ ബോട്ട് പൂർണ്ണമായി തകർന്നതിനാൽ വലിയ നഷ്ടമുണ്ടായെന്നും സർക്കാർ ധനസഹായം നൽകണമെന്നും ബോട്ട് ഉടമ നൈനാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ചരക്കുകപ്പൽ ബോട്ടിലിടിച്ച് മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിലാണ് വിശദാന്വേഷണത്തിനായി ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നത്. ഡയറക്ടർ ഓഫ് ജനറൽ ഷിപ്പിംഗ്, മെർക്കന്റൈൽ മറൈൻ വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരാണ് വരും ദിവസങ്ങളിലായി പൊന്നാനിയിൽ വരുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിന്നും ഫിഷറീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇവർ വിവരങ്ങൾ ശേഖരിക്കും. അപകടത്തിൽ മരിച്ചവർക്കുള്ള ഇൻഷുറൻസ് സഹായം നൽകുന്നതിനായി കപ്പൽ ഇൻഷുറൻസ് സർവേയറും എത്തും. അതേസമയം സംഭവത്തിൽ സർക്കാർ ധനസഹായം അനുവദിക്കണമെന്ന് അപകടത്തിൽ തകർന്ന ഇസ്ലാഹി ബോട്ടിന്റെ അപകടത്തിൽ മരിച്ചവർ 7 വർഷമായി ബോട്ടിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. അവരുടെ കുടുംബത്തിന്റെയും പരിക്കേറ്റവരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണെന്നും നൈനാർ വ്യക്തമാക്കി. ഇപ്പോൾ മരിച്ച രണ്ടുപേരും 7 വർഷമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തതിനാളാണ്. അപ്പം നമ്മൾക്ക് ഏക ആശ്രയം ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത്. കാർമേഘവും കനത്ത ഇരുട്ടും കാരണം ബോട്ട് കാണാനായില്ലെന്ന് അപകടത്തിനിടയാക്കിയ സാഗർ യുവരാജ് കപ്പലിലെ ക്യാപ്റ്റൻ പോലീസിന് മൊഴി നൽകി. കടലിൽ മീൻപിടുത്തം സജീവമായി നടക്കുന്ന മേഖലയിലൂടെയാണ് കപ്പൽ സഞ്ചരിച്ചതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. റിപ്പോർട്ടർ, പൊന്നാനി.